തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻ മിഴികൾ നിങ്ങൾ തേടുന്നതാരേ തേടുന്നതാരേ. നമ്മുടെ എല്ലാം ഈറൻ മിഴികൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഗായിക അല്ലേ, മറഞ്ഞു കഴിഞ്ഞു. ജാനകിയമ്മ പാടിവെച്ച ഒരുപാട് പാട്ടുകളിൽ എൻ്റെ ഹൃദയത്തിൽ ആദ്യം സ്ഥാനം പിടിച്ച പാട്ട് ഇതാണ്. ഞാൻ കൊച്ചുനാളിൽ കേട്ട ഒരു പാട്ടായതുകൊണ്ടായിരിക്കാം. പിന്നെ അതങ്ങനെ അങ്ങ് മറന്നുപോയി. പിന്നെ ബാബുക്ക പാടി ഒരു ആൽബം കേട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഈ പാട്ട് ഞാൻ വളരെ ചെറുതിലേ കേട്ടതാണല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പാട്ട് മുഴുവൻ പാടണം എന്ന് വിചാരിച്ച് ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകളൊക്കെ എടുത്തു നോക്കി. പക്ഷേ ഈ പാട്ടാണ് മനസ്സിൽ ആദ്യം വന്നതെങ്കിലും സത്യം പറഞ്ഞാൽ അമ്മ പോയ ദിവസം മുതൽ തന്നെ ഞാൻ സംസാരിച്ചാൽ എൻ്റെ ആകെ നില കൈവിട്ടു പോകും. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഒരൊറ്റ പാട്ടും കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്. മുഴുവനായിട്ട് അങ്ങോട്ട് എനിക്ക് എന്തോ കേൾക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ മനസ്സങ്ങ് വിങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് അമ്മ പാടി വച്ചിരിക്കുന്നത്. അതാണൊരു കുഴപ്പം. നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആ ശബ്ദം, ആ ലയം എല്ലാം കൊണ്ടും ഒരു പാട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിറച്ചാണ് അമ്മ പാടി നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാട്ട് തിരിച്ചൊന്ന് നേരത്തെ അരുന്ധതി ടീച്ചർ പറഞ്ഞ പോലെ ഒന്ന് പാടാൻ ശ്രമിക്കണമെങ്കിൽ വളരെ പാടുപെടും. ശാസ്ത്രീയ സംഗീതമൊന്നും കാര്യമായിട്ട് അഭ്യസിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മളത് വർഷങ്ങളോളം പഠിച്ചാൽ പോലും ഇതിൻ്റെ ഒരു അംശം പാടാൻ പറ്റില്ല. അമ്മയ്ക്കെല്ലാം നിറച്ച് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന രാഗമാണോ മറ്റേ സ്വരമാണോ ഒന്നും ഒരു പ്രശ്നമില്ല. അത് ഇങ്ങനെ അങ്ങ് അമ്മയ്ക്ക് പാടാൻ കഴിയും. അത് ദൈവമോ അല്ലെങ്കിൽ ആ ഒരു ശക്തി അനുഗ്രഹിച്ച് നൽകിയ വരദാനമാണ്. 40,000-40,000 പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് വിവിധ ഭാഷകളിൽ. അതിലൊരു 1000 പോയിട്ട് ഒരു 500 എണ്ണം ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതുപോലും നമുക്ക് കേട്ടാൽ അല്ലെങ്കിൽ അതുപോലൊന്ന് കുറച്ച് പാട്ടെങ്കിലും പാടാൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ച് എന്നാലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് അങ്ങനെ അളന്ന് കൊടുത്തിരിക്കുന്നത്.